ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 8 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 9-ാമത്തെ ശ്ലോകം നോക്കാം. അഥ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. ധനഞ്ജയ, ഹേ അർജുന, അഥഃ ഇനി, മയി എന്നിൽ, സ്ഥിരമായി, ചിത്തം മനസ്സ്, സമാധാതും ഉറപ്പിക്കുവാൻ, ന ശക്നോഷി നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, തതഃ പിന്നെ, അഭ്യാസയോഗേന നിരന്തരമായ പ്രയത്നം കൊണ്ട് അഥവാ പരിശീലനം കൊണ്ട്, മാം ആപ്തും എന്നിലെത്തുവാൻ, ഇച്ഛ മനസ്സ് വയ്ക്കുക. ഹേ അർജുന, ഇനി എന്നിൽ സ്ഥിരമായി മനസ്സുറപ്പിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പിന്നെ നിരന്തര പ്രയത്നം കൊണ്ട് അഥവാ നിരന്തരമായ പരിശീലനം കൊണ്ട് എന്നിലെത്തുവാൻ ഇച്ഛിക്കുക അഥവാ മനസ്സ് വയ്ക്കുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഈ ഏകാഗ്രതയോടുകൂടി ഈശ്വരനിൽ മനസ്സുറപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, പ്രിയ അർജുന, എന്നിൽ സ്ഥിരമായി മനസ്സുറപ്പിച്ച് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് പലവിധ ഭക്തിമാർഗങ്ങളിലൂടെ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ച് എന്നെ പ്രാപിക്കണം എന്ന ഇച്ഛയോടുകൂടി പ്രയത്നിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ചിലർക്ക് പൂർവജന്മ ആർജിതമായ വാസനകളാൽ ചെറുപ്പം മുതലേ തന്നെ ഭഗവാനോടുള്ള, ഈശ്വരനോടുള്ള ആസക്തി തനിയേ ഉണർന്നു വരും. ആ ഈശ്വരീയമായ മാർഗത്തിലേക്ക് അവർ ചെറുപ്പം മുതലേ ആരുടെയും പ്രേരണയില്ലാതെ തന്നെ വന്നു ചേരും. മറ്റു ചിലർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ മാർഗത്തിലേക്ക് തിരിയുവാൻ പലവിധ കാരണങ്ങൾ കൊണ്ട് കഴിയുന്നില്ല. അവർക്കുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ ആ മാർഗത്തിലേക്ക് പോകാൻ കഴിയുന്നിൽ. അപ്പം അങ്ങനെയുള്ളവർ, ഭക്തിയോഗത്തിൻ്റെ വിവിധ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ അവർക്ക് സൗകര്യമെന്ന് തോന്നുന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോയി ആ ഭക്തി ഭാവത്തെ സ്വയം വളർത്തിയെടുക്കണം. അതിനായി പ്രയത്നിക്കണം. അപ്പോൾ ആ ഭാവം ഉണർന്നു വരും. യമ നിയമ ആദി നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഇന്ദ്രിയ മനോ നിയന്ത്രണങ്ങൾ ശീലിക്കേണ്ടി വരും. ചിലർ സ്വമേവ അതിന് മുതിരുമ്പോൾ ചിലർക്ക് നിർബന്ധപൂർവം അത് ശീലിക്കേണ്ടി വരും. ആ മനസ്സിലൊരു ഇച്ഛയുണ്ടെങ്കിൽ, ഈശ്വര സാമീപ്യം, ഈശ്വരീയമായ മാർഗം പിന്തുടരണം എന്ന ഇച്ഛ മനസ്സിലുണ്ടെങ്കിൽ ആ മനോനിയന്ത്രണങ്ങൾ കുറച്ച് പ്രയത്നത്തോടെയെങ്കിലും ശീലിക്കേണ്ടി വരും. അപ്പോൾ ഏതൊരു ആളുടെ ഉള്ളിലും ഈശ്വരനോടുള്ള പ്രേമം ഉറങ്ങിക്കിടപ്പുണ്ട്. കാരണം ആത്മാവിനെപ്പോഴും, ജീവാത്മാവിനെപ്പോഴും പരമാത്മാവുമായി ഒന്നുചേരണം എന്ന ഇച്ഛയാണ് എല്ലാ ജീവാത്മാക്കൾക്കും ഉള്ളത്. പക്ഷേ മനസ്സതിനെ പലരെയും അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് മനസ്സ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും മുക്തി നേടി വേണം ഈ മാർഗത്തിലേക്ക് വരുവാൻ. ചിലർക്കാകട്ടെ മനസ്സും ശരീരവും ചിന്തകളുമെല്ലാം ഈശ്വരീയമായ മാർഗത്തിലേക്ക് ജന്മനാ വന്നു ചേരുന്ന വാസനകളും ഉണ്ടാകും. അപ്പോൾ ഈ എല്ലാവരിലും ഈ ഈശ്വരപ്രേമം ഉറങ്ങിക്കിടപ്പുണ്ട്. ചിലരിലത് പെട്ടെന്ന് വെളിവാകും. ചിലരിൽ ഭൗതിക മാലിന്യങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കും.
ആ മാലിന്യങ്ങൾ നീക്കി ശുദ്ധീകരിച്ചാൽ ആ ദിവ്യപ്രേമം തെളിഞ്ഞു വരും. അതാണ് നവവിധ ഭക്തിമാർഗത്തിലൂടെ. അതിന് നവവിധ ഭക്തിമാർഗങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലുള്ള നവവിധ ഭക്തിമാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ശുദ്ധീകരണം സ്വയമേവ സംഭവിക്കുന്നതാണ്. അതിന് ഒന്ന് പരിശ്രമിക്കണം എന്ന് മാത്രം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിനക്ക് പെട്ടെന്ന് ആ ഏകാഗ്ര ഭാവം, ഏകാഗ്ര ചിത്തം ഉണരുന്നില്ല എങ്കിൽ നീ അത് പ്രയത്നം കൊണ്ട് തന്നെ, പരിശീലനം കൊണ്ട് എന്നിൽ എത്തിച്ചേരണമെന്ന ഇച്ഛയോടുകൂടി പ്രയത്നിക്കണം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.